പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1200 വൃശ്ചികമാസം 6-ാം തീയതി, അതായത് 2024 നവംബർ 21-ാം തീയതി ഗുരുവാരം അഥവാ വ്യാഴാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നല്ല മുഹൂർത്തങ്ങളൊക്കെയാണ്. നാളത്തെ പ്രാദേശിക സൂര്യോദയം തൃശ്ശൂരിൽ 6:25 അസ്തമയം വൈകിട്ട് 5:55 ആകുന്നു. നാളത്തെ നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ 6-ാം തിഥിയാകുന്നു. സ്വതവേ പൂയം നക്ഷത്രം കറുത്തപക്ഷം അത്ര ശുഭമല്ല. നാം പൂയത്തിന് കാലുണ്ട് എന്നൊക്കെ പറയും. പലപ്പോഴും പൂയത്തിൻ്റെ കാല് വരുമ്പോൾ പ്രത്യേകിച്ച് ഷഷ്ടി തിഥിയൊന്നുമല്ല, ദശമി കഴിഞ്ഞ് അമാവാസിക്ക് അടുത്തുള്ള ദിവസങ്ങളിൽ പൂയം നക്ഷത്രം കാലുകളൊക്കെ വരികയാണെങ്കിൽ അത് പ്രായേണ കുട്ടിയുടെ അമ്മാമന്മാർക്ക് മുതൽ പലർക്കും ബാധിക്കാറുണ്ട്. എപ്പോഴും പൂയം നക്ഷത്രത്തിൽ അമാവാസിയിൽ അല്ലെങ്കിൽ കറുത്ത വാവിനടുപ്പിച്ച് ജനിക്കുമ്പോൾ ചോദിക്കും ജ്യോതിഷിയെ കണ്ട് എന്തെങ്കിലും ഇതിൽ കുട്ടിയുടെ ജനനം ബന്ധുക്കളെ എപ്രകാരം ബാധിക്കുമെന്ന്. അങ്ങനെ ഒരു ദോഷമുണ്ട് പൂയം നക്ഷത്രത്തിന്. അതേ രീതിയിൽ പൂരാടം നക്ഷത്രത്തിന് കരിമ്പൂരാടം, കറുത്തപക്ഷത്തിലെ പൂരാടം, കറുത്തപക്ഷത്തിലെ അത്തം, ഇതൊക്കെ തന്നെ പാദങ്ങളുള്ള നക്ഷത്രങ്ങളാണ്. നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥന പൂയം നക്ഷത്രമാകയാൽ ഓം ശം ശനീശ്വരായ നമഃ എന്നാകട്ടെ. ശനീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും തരുന്നു ഇഷ്ടപ്പെട്ടാൽ. അതിനാൽ അന്നദാനം ചെയ്യുന്നതാണ് ശനീശ്വരൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാട്. രാവിലെ കാലത്ത് 6:25 സൂര്യോദയമാണ്. അതുമുതൽ ഒരു 3/4 മണിക്കൂർ 48 മിനിറ്റ് ഒരു മുഹൂർത്തം നിങ്ങൾക്ക് നല്ലെണ്ണ, യഥാർത്ഥ എള്ളെണ്ണ അല്ലെങ്കിൽ നെയ്യ് 5 തിരി വിളക്കിലാക്കി ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. ശനീശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അതേ രീതിയിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സന്ദർശിക്കുന്നത് വളരെ ഗുണമാണ്. നാളെ വ്യാഴാഴ്ചയാണ്, മഹാവിഷ്ണുവിൻ്റെ ദിനമാകുന്നു. അതിനാൽ ഹനുമാൻ സ്വാമി ക്ഷേത്രവും ശ്രീരാമസ്വാമി അല്ലെങ്കിൽ മഹാവിഷ്ണുവുള്ള ക്ഷേത്ര സങ്കേതത്തിൽ പോയി അവൽ നിവേദ്യം ഗത ഒപ്പിക്കലൊക്കെ ചെയ്യുക. ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുക. തുളസിമാലയും. നല്ല നല്ല ഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ്. നാളെ 10:25 മുതൽ 12:30 വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ ഒരു നല്ല വ്യാഴാഴ്ചയെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.